ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു റോയുടെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് തൃശ്ശൂർ ഗുരുവായൂരിലാണ്. ഞാൻ ഇപ്പം ഒരു കിട്ടില്ല ഒരു ആയുർവേദിക് ഹെറിറ്റേജ് റിസോർട്ടിൻ്റെ മുന്നിലാണ് നിൽക്കുന്നത്. നിങ്ങൾക്ക് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾ കാണാൻ പോകുന്നത് ഈ ഒരു റിസോർട്ടിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ആയിരിക്കും. നല്ലൊരു കിട്ടില്ല റിസോർട്ടാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇത് കറക്റ്റ് ലൊക്കേഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഗുരുവായൂർ ടെമ്പിളിൽ നിന്നും ഏകദേശം ഒരു 10 to 15 മിനിറ്റ്സ് ഡ്രൈവേ ഉള്ളൂ. നല്ലൊരു കിട്ടില്ല ഒരു റിസോർട്ടാണ്. ഏകദേശം ഒരു 100-150 വർഷം പഴക്കമുള്ള ഒരു മനയാണ്. ഇതിൻ്റെ പേരെന്താണെന്ന് വെച്ചാൽ കുന്നത്തൂർ മന എന്നാണ്. നിങ്ങൾ ഈ ബാക്കിൽ കാണുന്നതാണ് ആ മനയുടെ നമ്മുടെ എൻട്രൻസ് എന്ന് പറയുന്നത്. നമുക്ക് ഇതിൻ്റെ കാഴ്ചയിലോട്ട് ഒന്ന് പോവാം. ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ ആ റിസോർട്ട്. കുന്നത്തൂർ മന എന്നാണ് പറയുന്നത്. കുന്നത്തൂർ മന ആയുർവേദിക് ഹെറിറ്റേജ് റിസോർട്ടാണ്. ഭയങ്കര ഒരു പുരാതനമായ ഒരു ബിൽഡിങ്ങും കൺസ്ട്രക്ഷൻസുമാണ്. അതുപോലെ കീപ്പ് ചെയ്താണ് അവർ ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. രക്ഷയില്ലാത്ത ലുക്കാണ്. ഇതാണ് ഇതിൻ്റെ ആ ഒരു എൻട്രൻസിൻ്റെ വ്യൂ. നമുക്ക് ടെമ്പിളിൽ നിന്ന് ജസ്റ്റ് ഒരു 10 to 15 മിനിറ്റ്സിൻ്റെ ഡ്രൈവിൻ്റെ ആവശ്യമുള്ളൂ. ഇവിടെ നമുക്ക് ബാച്ചിലേഴ്സിനാണെങ്കിലും അല്ല ഈവൻ ഫാമിലീസിനാണെങ്കിലും വെഡ്ഡിങ് ഫങ്ഷൻസ് ആണെങ്കിലും റിസപ്ഷൻ എന്ത് ഫങ്ഷൻസ് ആണെങ്കിലും ഇവിടെ നടത്താൻ പറ്റിയൊരു സ്ഥലമാണ്. ഇവരുടെ തന്നെ ഇൻസ്റ്റാഗ്രാം പേജിൽ അതിൻ്റെ ഫോട്ടോസും വീഡിയോസും എല്ലാം അവർ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ 2 ഡോഗ്സിൻ്റെ മാരേജ് ഈ ഒരു റിസോർട്ടിൽ വെച്ച് അവർ നടത്തിയത് ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു കാര്യമാണ്. 2 ബീഗിൾ പപ്പീസിൻ്റെത്. നിങ്ങൾക്കത് ഇൻസ്റ്റാ പേജിൽ നോക്കിയാൽ മനസ്സിലാവും. വലിയൊരു റിസോർട്ട് തന്നെയാണിത്. പുരാതനമായ ഒരു റിസോർട്ട്. നമുക്ക് ഫ്രണ്ടിൽ കയറി വരുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിൽ ചിൽഡ്രൻസിന് പ്ലേ ചെയ്യാനുള്ള ഏരിയ ഉണ്ട്. ഇതാണ് ആ മെയിൻ എൻട്രൻസ്. നല്ലൊരു കിടില ഒരു ആംബിയൻസ് ഉള്ള ഫോട്ടോജനിക്കായിട്ടുള്ളൊരു പ്ലേസ് ആണെന്ന് തന്നെ പറയാം. ഇതാണ് ആ മന. ഇവിടെ നമുക്ക് റൂംസ് അവൈലബിൾ ആണ്. റൂംസ് സ്റ്റാർട്ടിങ് 3500 തൊട്ടാണ്. നമുക്ക് ഈ മനയുടെ പുറഭാഗത്തുള്ള കാഴ്ചകൾ ആദ്യം കാണാം. നമ്മളിപ്പം മനയുടെ ലെഫ്റ്റ് സൈഡിലോട്ട് വരികയാണെങ്കിൽ ഇവിടെ നമുക്ക് പാർക്കിംഗ് ഏരിയ ഉണ്ട്. ഇതൊക്കെ പാർക്കിംഗ് ഏരിയ. അതാണ് നമ്മുടെ സഫാരി ഇവിടെ കിടപ്പുണ്ട്. നിങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ ഈ ഒരു സഫാരി നമ്മൾ ഡെലിവറി എടുക്കുന്ന വീഡിയോ കണ്ടു കാണും. ഇതിൻ്റെ ഒരു ഫുൾ റിവ്യൂ ഉടൻ വരുന്നതായിരിക്കും. നമുക്ക് മനയുടെ കാര്യങ്ങളിലോട്ട് പോവാം. 2 എൻട്രൻസ് ഉണ്ട്. ഇതുവഴി ഒരു എൻട്രൻസ് ഉണ്ട്. പിന്നെ അപ്പുറത്ത് കാണുന്ന മെയിൻ എൻട്രൻസ് ഉണ്ട്. നമുക്കിവിടെ നിന്ന് റൈറ്റ് സൈഡിലോട്ട് പോവാം. നേരെ റൈറ്റ് സൈഡിൽ കൂടെ നമുക്കൊരു പാത്ത് വേ ഉണ്ട്. ആണ് ആ പാത്ത് വേ. നല്ല സ്പേഷ്യസ് ആണ്. ഇവിടെ കൂടുതലും വെഡ്ഡിങ് ഫങ്ഷൻസ് ആണ് നടക്കുന്നത്. ഹൽദി അങ്ങനെയുള്ള വെഡ്ഡിങ് ഫങ്ഷൻസ്, ഈവൻ വെഡ്ഡിങ് നടത്തുന്നതും ഉണ്ട്. വളരെ ഒരു പുരാതനമായിട്ടുള്ളൊരു മന തന്നെയാണ്. പിന്നെ ഇവിടെ പണ്ടത്തെ നമ്മുടെ ഒരു കുളമുണ്ട്. നമ്മൾ ഈ പഴയ മൂവീസിലൊക്കെ കാണുന്ന ടൈപ്പ് ഒരു കുളം. അങ്ങോട്ട് പോവാം നമുക്കാദ്യം. ഈ കാണുന്നത് അവർ റീസെൻ്റ്ലി ചെയ്തെടുത്ത ഒരു മാരേജ് നടത്തുന്നൊരു സ്ഥലമാണ്. ഇതൊരു മാരേജ് ഹാളാണ്. ഇവിടെ നമുക്ക് ഫാനും അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ഉണ്ട്. കൂടാതെ തന്നെ നമുക്ക് ഇവിടെ ഇതിൻ്റെ അകത്താണ് ഒരു പൂളുള്ളത്. അതായത് പൂൾ പാർട്ടി അങ്ങനെയുള്ള സംഭവങ്ങൾ നടത്താൻ വേണ്ടിയിട്ട്. ഇതാണ് ആ പൂൾ. ഇതൊരു വലിയൊരു ഏരിയയാണ്. ഇത് നമുക്ക് മാരേജ് നടത്താൻ വേണ്ടിയിട്ട് മെയിൻലി ഉള്ളതാണ്. ഇതുപോലെ തന്നെ നമുക്ക് മനയുടെ അകത്ത് ചെറിയ ഹാള് അങ്ങനെയുള്ള സംഭവങ്ങളുണ്ട്. അവിടെ നമുക്ക് ചെറിയ രീതിയിലുള്ള മാരേജ് ഫങ്ഷൻസ് നടത്താൻ പറ്റും. ഇങ്ങോട്ട് പോകുമ്പോഴാണ് നമുക്ക് പണ്ടത്തെ ആ ഒരു മോഡൽ കുളം കാണാൻ പറ്റുന്നത്.
സോ അവർ ഈ കുളം വരെ അതുപോലെ അങ്ങ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഇതാണ് ഇവിടുത്തെ റൂംസ് വരുന്നൊരു ഏരിയ. സോ ഈ മനയുടെ റൂംസിൻ്റെ റേറ്റ്സൊക്കെ ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ എൻ്റെ പറഞ്ഞു തരുന്നതായിരിക്കും. ഇത് നമ്മുടെ റൂം വരുന്ന ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ളൊരു വീട് പോർഷനാണ്, വീടിൻ്റെ പോർഷനാണ്. സോ ഇവിടെ വരുന്നത് ഒരു മിഡ് ലെവൽ റേഞ്ചിലുള്ള റൂംസുകളാണ് ഇതൊക്കെ. ഇതിൻ്റെ ആകെ ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും ഈ വീഡിയോയിൽ. സോ ഇതാണ് ആ ഒരു ഏരിയ. ഈ ഫ്ലോറിങ് ആണെങ്കിൽ പോലും പഴയ ആ ഒരു ഡിസൈനാണ് അവർ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. ഇവിടെ താഴെ വരുമ്പം ഇവിടെ ആ ഒരു കോണിപ്പിടിയുണ്ട്. അതെല്ലാം ആ ഒരു പഴയ ഒരു ലെവലിലാണ് അവർ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. ഒന്നും അവർ റീവർക്കൊന്നും ചെയ്തിട്ടില്ല. നിങ്ങളിപ്പം വെഡ്ഡിങ് നടത്താൻ അല്ലെങ്കിൽ വെഡ്ഡിങ്ങിൻ്റെ റിസപ്ഷൻ, ഹൽദി അങ്ങനെയുള്ള പ്രോഗ്രാംസ്, സേവ് ദ ഡേറ്റിൻ്റെ ഫോട്ടോഗ്രാഫി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നടത്താൻ ഇത് നല്ലൊരു കിട്ടില്ല ഒരു ഡെസ്റ്റിനേഷനാണെന്ന് തന്നെ പറയാം. ഇനി നമുക്ക് ഈ മനയുടെ ഇൻറ്റീരിയറിലുള്ള ലുക്കൊക്കെ നോക്കാം. സോ ഇതിൻ്റെ ഇൻറ്റീരിയർ എങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ ഈ ഫ്രണ്ടിൽ കയറി വരുമ്പം തന്നെ നല്ലൊരു കിടില ആംബിയൻസ് ഉള്ളൊരു ഏരിയ ഉണ്ട്. ഇതാണ് ആ ഒരു ഏരിയ. നമുക്കിവിടെ പഴയ കുറച്ച് സംഭവങ്ങൾ അവർ വെച്ചിട്ടുണ്ട്. ഓലക്കുട, കുട്ട, തൊപ്പി അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം അവരിവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെയും കുറച്ച് നമുക്ക് ഇരിക്കാനുള്ള ഒരു സ്പേസ് ഉണ്ട്. നമ്മളിങ്ങനെ കയറി വരുമ്പോൾ തന്നെ ഇത് നമുക്ക് മാരേജ് ഫങ്ഷനൊക്കെ നടക്കുമ്പോൾ ജസ്റ്റ് ഒരു നെയിം ബോർഡായിട്ട് വയ്ക്കുന്ന സാധനമാണ്. ഇതാണ് നമ്മുടെ ആ ഒരു ഫ്രണ്ടിലുള്ള ഒരു സിറ്റ് ഔട്ട് ഏരിയ. ഇതിൻ്റെ അകത്തൂടെ നമ്മളിവിടെ കയറും. പിന്നെ കുറച്ച് ഓൾഡ് മോഡൽ ഫർണിച്ചേഴ്സ് ഇവിടെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു ഊഞ്ഞാലുണ്ട്. നല്ലൊരു ട്രഡീഷണൽ ഫീൽ തന്നെ ഉണ്ട്. അതുപോലെ അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നു ഇവിടെ. ഈ ഒരു വാൾസിൻ്റെ ആ ഒരു ടെക്സ്ചറും സംഭവവും എല്ലാം അതുപോലെ തന്നെ അവർ മെയിൻറ്റെയിൻ ചെയ്യുകയാണ്. ഈ ടേബിളും സോ ഈ ഒരു ഏരിയയിൽ വെച്ച് നമുക്ക് വെഡ്ഡിങ്ങൊക്കെ നടത്താൻ പറ്റും. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇൻസ്റ്റയിൽ കുന്നത്തുറ മനയുടെ ഇൻസ്റ്റാ പേജ് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്കത് കാണാൻ പറ്റും. നമ്മൾ ഈ ഒരു ഫ്രണ്ട് ഹാളിൽ കയറി കഴിയുമ്പം നമുക്ക് റെസ്റ്റോറൻറ്റിലോട്ട് പോകാനുള്ളൊരു ഡോർ വേണം. ഇതാണ് റെസ്റ്റോറൻറ്റിൻ്റെ പേര് അകത്തളം എന്നാണ്. സോ ഇതാണ് ആ റെസ്റ്റോറൻറ്റിൻ്റെ ഡൈനിങ് ഏരിയ. ഒരു 50 പേർക്കൊക്കെയാണ് ഇപ്പോൾ ഒരു മാരേജ് ഫംഗ്ഷൻ നടത്തുന്നെങ്കിൽ ഇവിടെ സുഖമായിട്ടിരുന്ന് അവർക്ക് സദ്യ എടുക്കാൻ പറ്റും. റെസ്റ്റോറൻറ്റിൻ്റെ ഏരിയ. ഇവിടെ തന്നെ നമുക്കൊരു വാഷ് ഏരിയ ഉണ്ട്. അത്യാവശ്യം വലിയ വാഷ് ഏരിയയും പിന്നെ ടോയ്ലറ്റും ജെൻസിനും ലേഡീസിനും വേണ്ടിയിട്ടുള്ള എല്ലാം ഉണ്ട്. ഉള്ളിലോട്ട് വന്ന് പഴയ മോഡൽ ആ ഒരു കോണിപ്പടിയാണ്. ഇതൊക്കെ നമ്മൾ പണ്ടത്തെ മോഡൽ വീടുകളിൽ കണ്ടുവരുന്ന ആ ഒരു സംഭവമാണ്. ഇതിൻ്റെ പേര് എനിക്ക് ആക്ച്വലി അറിയത്തില്ല. ഇനി നമുക്കിവിടെ താഴത്തെ ഒരു ഫ്ലോറാണിത്. നമുക്ക് മുകളിൽ ഒരു ഫ്ലോറുണ്ട്. താഴെ വരുമ്പോൾ
ഇവിടെ ഒരു ബാൽക്കണി ഉണ്ട്. നമ്മൾ പുറത്ത് നിന്ന് കണ്ട ആ ബാൽക്കണി, ഇതാണ് ഫ്രണ്ട് ബാൽക്കണി. ഇവിടെയും കുറേ റൂംസ് ഉണ്ട്. ഈ റൂമെന്ന് പറയുന്നത് ഒരു മിഡ് റേഞ്ചിൻ്റെ റൂമാണ്. അത്യാവശ്യം വലിയ റൂമാണ്. നല്ല ടോയ്ലറ്റും എല്ലാ ഫെസിലിറ്റീസും ഉള്ള റൂമാണ്. സോ ഈ റൂമിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഏകദേശം 4500 ആണ് പെർ നൈറ്റ്. സോ ഇത്രയും ട്രഡീഷണലായിട്ട് അവർ കൊണ്ടു നടക്കുന്ന ആ ഒരു മന, അതിൻ്റെ ഒരു പ്രൈസ് റേഞ്ച്, റൂംസിൻ്റെ പ്രൈസ് റേഞ്ച് പെർ നൈറ്റ് ഞാൻ പറയാം. സ്റ്റാർട്ടിംഗ് എന്ന് പറഞ്ഞാൽ 3500 ആണ്. അതായത് അത്യാവശ്യം ഒരു സൈസുള്ളൊരു റൂം, ഒരു ഫാമിലിക്ക് കിടക്കാൻ പറ്റുന്ന സൈസുള്ള റൂം, ടോയ്ലറ്റ്, AC, എല്ലാ AC റൂംസാണ് ഇവിടെ ഉള്ളത്. AC അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും ഉള്ള റൂം. അതിൻ്റെ സ്റ്റാർട്ടിംഗ് റേറ്റ് 3500 ആണ്. ഇനി നമുക്ക് ഇപ്പോൾ കണ്ട ആ ഒരു റൂമെന്ന് പറയുന്നത് മിഡ് റേഞ്ചാണ്. അത് 4500 ആണ്. നമ്മൾ നേരത്തെ കണ്ട ഏരിയയിലുള്ളത് 5500ൻ്റെ റൂമാണ്. അതെന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയ റൂമാണ്. സോ ജസ്റ്റ് റൂമിൻ്റെ ആ ഒരു സൈസിലാണ് വ്യത്യാസങ്ങൾ വരുന്നത്. അത് നിങ്ങൾക്ക് ഇഷ്ടം അനുസരിച്ച് ചൂസ് ചെയ്യാവുന്നതാണ്. വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ളൊരു ഏരിയയിലാണ് ഈ കുന്നത്തൂർ മന സ്ഥിതി ചെയ്യുന്നത്. സോ ഫ്രണ്ട്സ്, ഇതാണ് നമുക്ക് ഇവിടുന്ന് ഓർഡർ ചെയ്തിട്ടുള്ള സദ്യ. ഒരു മിനി സദ്യയാണ്. അത്യാവശ്യം നല്ല കറികളെല്ലാം ഉണ്ട്. സോ നമുക്ക് ഇവിടുന്ന് ഫുഡ് ഇവിടെ തന്നെ റെസ്റ്റോറൻറ്റ് അവൈലബിൾ ആണ്. നമുക്ക് സദ്യ, എന്ത് നോൺ വെജ് ഐറ്റംസ് ആണെങ്കിലും നമുക്ക് ഓർഡർ ചെയ്ത് ഇവിടുന്ന് കഴിക്കാവുന്നതാണ്. ഇതാണ് ആ ഒരു ഡൈനിങ് സ്പേസ് എന്ന് പറയുന്നത്. നല്ല പൊള്ളിച്ച കരിമീനും ഉണ്ട്. അതിങ്ങനെ ഓപ്പൺ ചെയ്ത് നല്ല ടേസ്റ്റായിരിക്കും. നമുക്ക് എന്തെങ്കിലും നോക്കാം. നല്ല പൊള്ളിച്ചെടുത്തതാണ്. മസാല തന്നെ ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ്. സോ ഇതൊക്കെ നമുക്ക് ഈ ഒരു റിസോർട്ടിൽ നമുക്ക് കിട്ടുന്നതായിരിക്കും. നമുക്ക് എന്ത് വേണമെങ്കിലും ഓർഡർ ചെയ്യാം, എല്ലാം ഇവിടെ കിട്ടുന്നതായിരിക്കും. സോ നിങ്ങളിപ്പോൾ ഈ കണ്ടതാണ് നമ്മുടെ കുന്നത്തൂർ മനയുടെ ആ ഒരു കാഴ്ചകൾ. നല്ല കിട്ടില്ല ഒരു ആയുർവേദിക് ഹെറിറ്റേജ് റിസോർട്ടാണ്. നിങ്ങൾക്കിപ്പോൾ ഒരു 1 വീക്ക് ആണെങ്കിലും വന്ന് ഗുരുവായൂർ വന്ന് അമ്പലത്തിൽ പോകാനും ഒക്കെ വന്ന് നിൽക്കുമ്പോൾ സ്റ്റേ ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ് കുന്നത്തൂർ മന എന്ന് പറയുന്നത്. മാത്രമല്ല ധാരാളം വെഡ്ഡിങ് ഫങ്ഷൻസ് നടക്കുന്ന ഒരു മെയിൻ ഒരു ഡെസ്റ്റിനേഷൻ വെഡ്ഡിങ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ആൾക്കാർ ചൂസ് ചെയ്യുന്നൊരു ലൊക്കേഷനും കൂടെയാണ് ഗുരുവായൂർ എന്ന് പറയുന്നത്. അവിടെ നല്ലൊരു കിട്ടില്ല ഒരു ട്രഡീഷണൽ ആംബിയൻസോട് കൂടി നമുക്ക് വീഡിയോയും ഫോട്ടോയൊക്കെ ഷൂട്ട് ചെയ്യാനും കല്യാണം നടത്താനൊക്കെ പറ്റിയൊരു സ്ഥലമാണ് കുന്നത്തൂർ മന എന്ന് പറയുന്നത്. സോ നിങ്ങൾക്ക് ഈ ഒരു റിസോർട്ട് ബുക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ഡയറക്റ്റ് വിളിച്ച് ബുക്ക് ചെയ്യാം. ഇവർക്ക് ഓൺലൈൻ ബുക്കിങ്സ് ഒന്നുമില്ല. സോ മേക്ക് മൈ ട്രിപ്പിലും വേറെ booking.com അങ്ങനെ സൈറ്റിലൊക്കെ ലിസ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ലിസ്റ്റ് ചെയ്യുന്നതെല്ലാം ഫേക്കായിട്ടുള്ള IDs ഒക്കെ വെച്ചിട്ടാണ്. സോ അതുകൊണ്ട് അതിൽ കയറി ബുക്ക് ചെയ്യാൻ നിൽക്കണ്ട. കാരണം അതിൽ കാണിക്കുന്ന പ്രൈസും വളരെ കൂടുതലാണ്. അതിൽ പെർ ഹെഡ് പെർ നൈറ്റ് റൂമിന് ഏകദേശം 18,000 കാണിച്ചിരിക്കുന്നത്. ശരിക്കും സ്റ്റാർട്ടിങ് 3,500. ഏറ്റവും കൂടിയ റൂമിന് വെറും 5,500 രൂപ മാത്രമേ ഉള്ളൂ. സോ ബാച്ചിലേഴ്സിനാണെങ്കിലും ഫാമിലീസിനാണെങ്കിലും ഇൻ കേസ് വെഡ്ഡിങ് ഫങ്ഷൻസിനാണെങ്കിലും എന്തിനാണെങ്കിലും വന്ന് ചില്ല് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ് കുന്നത്തൂർ മന എന്ന് പറയുന്നത് ഈ ഒരു ആയുർവേദിക് ഹെറിറ്റേജ് റിസോർട്ട്. സോ ഫ്രണ്ട്സ്, നിങ്ങളങ്ങനെ കുന്നത്തൂർ മനയുടെ ആ ഒരു ഇൻറ്റീരിയറും എക്സ്റ്റീരിയറും കണ്ടെന്ന് വിചാരിക്കുന്നു. സോ ഇനി നമുക്ക് ആനക്കൊട്ടിലോട്ട് പോവാം. ഇവിടെയുള്ള ഏറ്റവും വലിയൊരു ആനക്കൊട്ടിലുണ്ട്. അതായത് നമ്മുടെ ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ കീഴിൽ വരുന്ന ആനക്കൊട്ടിൽ. സോ നമുക്കിനി അവിടുത്തെ കാഴ്ചയിലോട്ട് പോവാം. സോ ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ ആനക്കോട്ടയിലോട്ട് എത്തിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് എൻട്രി പാസ്സായിട്ട് വരുന്നത് അഡൾട്ട്സിന് 20 രൂപയും ചിൽഡ്രൻസിന് 10 രൂപയാണ്. മാത്രമല്ല പാർക്കിംഗ് ഫീ കാറിനൊക്കെ ആണെങ്കിൽ ഏകദേശം 30 രൂപയും കൂടെ വരും. ഏകദേശം 47 പരം ആനകൾ ഇവിടെ ഉണ്ടെന്നാണ് അറിയാൻ പറ്റിയത്. കുറച്ച് ആനകൾ അമ്പലത്തിലായിരിക്കും, ബാക്കിയുള്ള ആനകൾ ഇവിടെ തന്നെ ഉണ്ടാവും. സോ അതിൻ്റെ കാഴ്ചയിലോട്ട് നമുക്കൊന്ന് പോവാം. ഫ്രണ്ടിൽ ടിക്കറ്റ് കൊടുത്തു അകത്തോട്ട് കയറും. ഭയങ്കര വലിയൊരു
ആനസങ്കേതമാണെന്നാണ് പറയുന്നത്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലുതാണിത്. ഇത് ഗുരുവായൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിൽ വരുന്നതാണ്. ഇത് അവിടെയൊക്കെ ആനകൾ നിൽക്കുന്നുണ്ട്. അതായത് കേരളയുടെ റൈറ്റ് സൈഡിൽ തന്നെ ആനകൾ നിൽക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. സ്റ്റാർട്ടിങ് ഏകദേശം ഒരു 47 ആനകളുണ്ടെന്നാണ് കേട്ടത്. അത് 3 ഗുരുവായൂർ അമ്പലത്തിൽ പോയേക്കുവാണ്. ഇവിടുത്തെ ആനകളെല്ലാം ഭയങ്കര ഹാപ്പിയാണ്. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഡാൻസ് ചെയ്യുന്നുണ്ട്. എല്ലാം നല്ല വൃത്തിയായിട്ടാണ് സൂക്ഷിച്ചിരിക്കുന്നത്. ആനയുടെ ആ ഒരു ആനക്കൊട്ടിലും എല്ലാം നല്ല വൃത്തിയായിട്ട്, ആനകളും നല്ല നീറ്റായിട്ടാണ് നിൽക്കുന്നത്. ഫ്രണ്ട്സ്, ഇതോ അവിടെ ആ പറമ്പിൽ കാണുന്ന ആനകളില്ലേ, അത് മതപ്പാടുള്ള ആനകളാണ്. സോ നമുക്ക് അങ്ങോട്ട് എൻട്രി എന്തായാലും ഇല്ല. സോ നിങ്ങൾ വരുമ്പം കുട്ടികളെയൊക്കെ ശ്രദ്ധിച്ചോണം, അങ്ങോട്ടൊന്നും വിടാൻ പാടില്ല. നല്ല പ്രശ്നക്കാരായ ആനകളെ മാത്രമാണ് ആ ഒരു സൈഡിലോട്ട് കെട്ടിയേക്കുന്നത്. പ്രത്യേക സെക്യൂരിറ്റി ഉണ്ട് ആ ഒരു സൈഡിലോട്ട്. സോ അവിടെയൊക്കെ വേറെ ആനകളുണ്ട് ഉള്ളിലോട്ട്, നമുക്കത് കാണാം. ഇത് പിടിയാനയാണ് ഗൈസ്, അതായത് ഫീമെയിൽ എലിഫൻറ്റ്. കൊമ്പില്ല, അതാണ് ഏറ്റവും വലിയത്. പിന്നെ ഇവിടെ ഒരു ബോർഡ് എഴുതിയിട്ടുണ്ട്, അതായത് മതപ്പാട് ഇളകിയ ആനകളുണ്ടെങ്കിൽ അതിൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു ബോർഡും കാണും. അവരൊക്കെ പ്രശ്നക്കാരാണ്. ഇവിടെ മറ്റൊരു പിടിയാനയിക്കുന്നു, എൻജോയ് ചെയ്ത് ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഇവിടെ വന്ന് ആനകളുടെ കൂടെ ചേർന്ന് നിന്ന് നിങ്ങൾക്ക് ഫോട്ടോ എടുക്കാനും പറ്റും. പാപ്പാൻ നമ്മുടെ അടുത്ത് തന്നെ ഉണ്ടാവും. സോ നല്ല കിട്ടില്ല ഫോട്ടോസൊക്കെ കിട്ടും ആനയായിട്ടുള്ള. ഇവിടെ ഒത്തിരി കൊമ്പൻ ആനകളുണ്ട്. എല്ലാം നല്ല നീറ്റ് ആനകളാണ്. സോ ഗൈസ്, അങ്ങനെ നിങ്ങൾ കുന്നത്തൂർ മനയും ആനക്കൊട്ടിലും കണ്ടിരിക്കുന്നു. സോ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഈ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതുപുത്തൻ കിട്ടില്ലം വീഡിയോസുമായിട്ട് ഞങ്ങൾ ഉടൻ വരുന്നത്. അതുവരേക്കും സീ യു, ബൈ.